അമ്മച്ചിക്ക് കാണേണ്ടത് ശാലിൻ്റെ കല്യാണം കൂടെ കാണണമെന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ തോന്നുന്നു ഇപ്പോഴാണ്. വീടൊക്കെ ഇതിൽ ലേറ്റ് ആയിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ വീട് പണി കഴിഞ്ഞിട്ട് ആലോചിക്കാന്നുള്ള ഒരു കണക്കൂട്ടലിൽ നിൽക്കണമായിരുന്നു. അപ്പം ഈ അതിനു മുമ്പ് വരെയും ഈ ജോലി സ്കൂളിലായിരുന്നേ. അപ്പോൾ അത് ഈ സ്കൂളിൽ നിന്ന് അധികം അങ്ങനെ പൈസ ഒന്നും കിട്ടുമായിരുന്നില്ല. ഒരു സേവനം എന്ന് പറഞ്ഞ പോലെ ചെയ്യണമായിരുന്നു. 10-15 വർഷത്തോളം ആ സ്കൂളിന് വേണ്ടി വർക്ക് ചെയ്തായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഡിഫറെൻ്റ് ലേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സേവനം എന്ന് പറഞ്ഞ പോലെ ചെയ്തു പോകണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊഫഷണൽ ഡാൻസറായിരുന്നു. ഫുട്ബോൾ പ്ലെയറാണ്. സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ടീം ഗസ്റ്റ് പ്ലെയർ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും ഈ ഗസ്റ്റ് പ്ലെയറിന് തുച്ഛമായിട്ട് എന്തെങ്കിലും മാത്രമേ കിട്ടുള്ളൂ. ആഴ്ചയിൽ ഒരു 250 രൂപയൊക്കെ അന്ന് അവിടെ നിന്ന് കിട്ടുമായിരുന്നു. പിന്നെ ഡാൻസ് കളിക്കാൻ പോയ ആ സമയത്തൊക്കെ 500 രൂപ ഒരു പ്രോഗ്രാമിന് കിട്ടുമായിരുന്നു. അതൊക്കെ കൂട്ടി വെച്ചാണ് ഈ വീട് വെച്ചത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ചെറുപ്പത്തിലെ മുതൽ ഈ നന്നായിട്ട് ആർട്ട് ചെയ്യുമായിരുന്നു. ആർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ആർട്ടിൽ വരക്കല്, സ്കൾപ്ചർ, ക്രാഫ്റ്റ് വർക്ക് അതെല്ലാം ചെയ്ത എന്നെ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതല്ല. ഞാൻ പ്രകൃതിയാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞ പോലെ മുന്നോട്ട് പോണേ.